ഇന്ന് ഒരു പപ്പടത്താളിപ്പാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ചു. അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഇനി അതൊന്ന് ചൂടായി വന്നപ്പോൾ ഇനി അതിലിട്ടിട്ട് നമുക്കൊന്ന് പപ്പടം ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ അതിലിട്ടുകൊണ്ട് പപ്പടം ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. ഇവിടെ 3 പപ്പടമാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ടാണ് ഇന്നൊരു താളിപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പപ്പടം ഇതാ പൊരിച്ചെടുക്കണം. ഇനി അത് എണ്ണയ്ക്ക് നമുക്ക് കുറച്ച് ചീരുള്ളി ഇട്ടെടുക്കാം. എന്നിട്ട് അതൊന്ന് ഒരു ചുവന്ന കളറാവുന്നത് വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ആ എണ്ണയിട്ട് കാണാൻ ഇളക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ചുവന്ന കളറായിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ഒരു 3-4 പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് കഞ്ഞിവെള്ളം പാരണം. അപ്പോൾ കഞ്ഞിവെള്ളത്തിൻ്റെ കട്ടിയുള്ളതാണ് പാരണത്. അപ്പോൾ തെളി ഒഴിവാക്കിയിട്ട് കട്ടിയുള്ളത് പാരണം. പിന്നെ ഇതിൽ കുറച്ചും കൂടി എരിവിന് വേണ്ടിയിട്ട് കുറച്ച് ചില്ലി ഫ്ലക്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ഇട്ടെടുത്തു. ഇനി അതിലോട്ട് ഒന്നുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് കുറച്ചും കൂടി കുറവാണ്. അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ട്. ഒന്നും കൂടി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലോട്ട് പപ്പടം ഇങ്ങനെ പൊടിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ കൂടുതൽ നേരം ഒന്നും ഇത് തിളപ്പിച്ചെടുക്കരുത്. ഇത് പപ്പടം പൊടിച്ചിട്ട പാടനെ ഇത് തീ ഓഫാക്കണം. അതിന് നമ്മളുടെ താളിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.